നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 13, 2026 വെള്ളി. അങ്ങനെ ഇന്ന് യുഎസിൽ നിന്നും ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിയോടുകൂടി ജനുവരി മാസത്തെ വിവിധ തരത്തിലുള്ള ഇൻഫ്ലേഷൻ ഡേറ്റകൾ വരുന്നതിന് മുന്നോടിയായിട്ട് ഇന്ത്യൻ മാർക്കറ്റിന് ഇന്ന് അതിശക്തമായ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. തൽഫലമായി തുടർച്ചയായി ഇന്ന് രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും നിഫ്റ്റിക്ക് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. എന്തെല്ലാം കാരണങ്ങളാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ ഭീകരമായൊരു നഷ്ടത്തിലേക്ക് തള്ളിവിടുവാൻ ഇടയാക്കിയതെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ഇന്ന് ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നതും. തുടർന്ന് നേരിയ നേട്ടം കൈവരിക്കുവാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് 25,630 എന്ന ലെവലിൽ റെസിസ്റ്റൻസും നേരിടുകയുണ്ടായി. തുടർന്ന് മാർക്കറ്റിലുണ്ടായ അതിശക്തമായ ഇടിവിന്റെ ഫലമായിട്ട് സൈക്കോളജിക്കൽ ലെവലായ 25,000 എന്ന ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് 25,444 എന്ന ലെവലിലായിട്ട് സപ്പോർട്ടും എടുത്തു. തൽഫലമായി 336 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 25,471 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ സെൻസെക്സിന് 1048 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടിയും ബാങ്ക് നിഫ്റ്റിക്ക് 553 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 60,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് തൊട്ടുമുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ ആകെ 671 സ്റ്റോക്കുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം 2,232 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും ഇന്ന് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഇറ്റേണൽ, അദാനി എന്റർപ്രൈസസ്, ONGC തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടം നേരിട്ടപ്പോൾ ബജാജ് ഫൈനാൻസ്, ഐഷ മോട്ടോഴ്സ്, SBI ലൈഫ് ഇൻഷുറൻസ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, സിപ്ല തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. സെക്ടർ വൈസ് നോക്കുമ്പോൾ എനർജി, മെറ്റൽ, റിയാലിറ്റി തുടങ്ങിയ മേഖലകൾക്ക് 2% മുതൽ 3% നഷ്ടം നേരിടേണ്ടി വന്നപ്പോൾ IT, കൺസ്യൂമർ ഡ്യൂറബിൾസ്, FMCG, ടെലികോം, ഇൻഫ്ര, ഓട്ടോ, പവർ, PSU ബാങ്ക്, ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയ മേഖലകൾക്ക് 1% നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. ബോർഡർ മാർക്കറ്റ്സുകൾക്കും ഇന്ന് കനത്ത സെല്ലിംഗ് നേരിടേണ്ടതായിട്ട് വന്നു. തൽഫലമായി നിഫ്റ്റി മിഡ് ക്യാപ്പിനും സ്മോൾ ക്യാപ്പിനും 2% നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. ഇന്ത്യൻ രൂപയ്ക്കും അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ന് പിടിച്ചു നിൽക്കുവാൻ സാധിച്ചില്ല. തൽഫലമായി ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 4 പൈസയുടെ നഷ്ടത്തോടുകൂടി 90.64 എന്ന ലെവലിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. പുതിയ റിപ്പോർട്ടുകൾ വരുന്ന പ്രകാരം US പ്രസിഡന്റ് ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ സ്റ്റീലിന്റെയും അലൂമിനിയം പ്രൊഡക്ട്സിന്റെയും ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട് താരിഫ് കുറയ്ക്കാനുള്ള നടപടികൾ പരിഗണിക്കുന്നു എന്നുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. റോബസ്റ്റ് ആയിട്ടുള്ള Q3 ഏർണിംഗ്സ് പ്രസിദ്ധീകരിച്ചെങ്കിലും നിലവിൽ ഗോൾഡിന്റെ വില അതിന്റെ ഏറ്റവും ഉയർന്ന നിലയിലായിട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കമ്പനിക്ക് എത്ര നാള് റോബസ്റ്റ് ആയിട്ടുള്ള ഈ നേട്ടം നിലനിർത്തുവാനാകുമെന്നുള്ള സംശയം നിക്ഷേപകരിൽ ഉടലെടുത്തതിന്റെ ഭാഗമായി ഇന്ന് മുത്തൂറ്റ് ഫിനാൻസിന്റെ സ്റ്റോക്ക് പ്രൈസിൽ 12% ഇടിവ് ഇൻട്രാഡേ ബേസിസിലും അനുഭവപ്പെട്ടു. അല്പം മുമ്പ് ഹൊസൂർ മൾട്ടി പ്രോജക്ട്സിന്റെ Q3 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റില് കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസില് നെറ്റ് പ്രോഫിറ്റില് 135% വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് 6.45 കോടി രൂപ റിപ്പോർട്ട് ചെയ്യുകയുമുണ്ടായി. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ അതിശക്തമായ ഒരു ഇടിവിലേക്ക് നയിക്കുവാൻ ഇടയാക്കിയ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. തുടർച്ചയായി ഇന്ന് മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ IT മേഖലയ്ക്ക് അതിശക്തമായ സെല്ലിംഗ് പ്രഷർ അനുഭവപ്പെടുകയുണ്ടായി. ഇന്നലെ 5% ഇടിവ് നേരിട്ട ഇന്ത്യൻ IT മേഖലയ്ക്ക് ഇന്ന് മാർക്കറ്റിന്റെ ആദ്യഘട്ടത്തില് 5% ഇടിവ് അനുഭവപ്പെടുകയുണ്ടായി. പിന്നീട് ഇന്ത്യൻ IT മേഖലയിലെ ക്വാളിറ്റി സ്റ്റോക്കുകളുടെ വാല്യുവേഷൻസ് അട്രാക്റ്റീവായി മാറിയതിനെ തുടർന്ന് ഇന്നത്തെ ലോവർ ലെവൽസിൽ നിന്നും ഹ്യൂജ് ബൈയിങ് ഇൻട്രസ്റ്റ് പല IT സ്റ്റോക്കുകളിലും ഇന്ന് ഉടലെടുക്കുകയുമുണ്ടായി. അതുകൊണ്ട് തന്നെ നിഫ്റ്റി ITക്ക് പിന്നീട് റിക്കവറി നടത്തുവാനും സാധിച്ചു. തൽഫലമായി ഇന്ന് ആകെ 1.44% നഷ്ടത്തോടുകൂടി അഥവാ 478 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 32,680 എന്ന ലെവലിന് മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. എന്നാൽ ഇന്ന് ആദ്യഘട്ടത്തില് IT മേഖലയ്ക്ക് നേരിടേണ്ടി വന്ന അതിശക്തമായ സെല്ലിംഗ്, അതുകൊണ്ട് തന്നെ ഇന്നലത്തെ പോലെ തന്നെ ഇന്നും നിഫ്റ്റി ITയിലുണ്ടായ അതിശക്തമായ സെല്ലിംഗ് ആയിരുന്നു ഇന്നും നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. കഴിഞ്ഞ ദിവസം യുഎസിൽ നിന്നും പ്രസിദ്ധീകരിച്ച റോബസ്റ്റ് ആയിട്ട് വന്ന ജോബ് ഡാറ്റയുടെ ഫലമായിട്ട് വരാൻ പോകുന്ന ഫെഡ് മോണിറ്ററി പോളിസിയിൽ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനുള്ള സാധ്യതകൾക്ക് മങ്ങലേൽക്കുക തന്നെയുണ്ടായി. എന്നാൽ ഇന്ന് വൈകുന്നേരം US മാർക്കറ്റ് ഓപ്പൺ ആകുന്നതിന് മുന്നോടിയായി യുഎസിൽ നിന്നും റിലീസ് ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്ന ജനുവരി മാസത്തെ വിവിധ തരത്തിലുള്ള ഇൻഫ്ലേഷൻ ഡാറ്റകളുടെ റിലീസിന് മുന്നോടിയായി ഇന്നലെ US മാർക്കറ്റിൽ S&P 500
1.5%-ലേറെയും നാസ്ഡാക്കിന് 2%-ലേറെയും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. കാരണം ഇന്ന് വരുന്ന ഇൻഫ്ലേഷൻ ഡാറ്റ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിന് അനുകൂലമല്ലെങ്കിൽ അത് യുഎസിലെ ഫെഡിന്റെ ഭാഗത്ത് നിന്നുമുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനുള്ള സാധ്യതകളെ വളരെ വിദൂരത്തിലേക്ക് തള്ളിവിടുവാൻ ഇടയാക്കുന്നതുകൊണ്ട് തന്നെ ഇന്ന് യുഎസ് മാർക്കറ്റിന് നേരിടേണ്ടി വന്ന അതിശക്തമായ ഇടിവും തുടർന്ന് ഇന്ന് ഗ്ലോബൽ മാർക്കറ്റ്സിൽ ആകമാനം അനുഭവപ്പെട്ട വീക്ക്നെസിനെയും തുടർന്ന് ഗ്ലോബൽ ക്യൂസിലും അനുഭവപ്പെട്ട ശക്തമായ വീക്ക്നെസ്സും നമ്മുടെ മാർക്കറ്റിനെ ഇന്ന് തളർത്തുകയും ചെയ്തു. ഇന്ന് ഇന്ത്യ വിക്സ് അവിശ്വസനീയമായിട്ടുള്ള ഉയർച്ചയാണ് എസ്പെഷ്യലി ഉച്ചതിരിഞ്ഞ് രേഖപ്പെടുത്തുകയും ഉണ്ടായത്. ഏകദേശം 15%-ലേറെ ഉയർച്ചയാണ് ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെടുകയും ഉണ്ടായത്. ഈ മാസം 1-ാം തീയതി ബഡ്ജറ്റ് ഡേയിൽ പോലും ഇന്ത്യ വിക്സിൽ ഇത്ര വലിയ ഒരു സ്പൈക്ക് കാണുവാനും ഇടയായില്ല. മാത്രവുമല്ല ഇന്ന് 13.3% ഉയർച്ചയോടുകൂടി 13.29 എന്ന ലെവലിലായിട്ടാണ് ഇന്ത്യ വിക്സ് ക്ലോസിംഗും രേഖപ്പെടുത്തുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യ വിക്സിലുണ്ടായ അതിശക്തമായ ഉയർച്ചയും ഇന്ത്യൻ വിപണിയെ ഇന്ന് പ്രക്ഷുബ്ധമായ ഘട്ടത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തു. ഇതിനു പുറമെ നേരിയ തോതിലാണെങ്കിൽ കൂടിയിട്ടും ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ നേരിടേണ്ടി വന്ന ഇടിവും കൂടാതെ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ഇന്ന് രാവിലെ ആയപ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഇടിവായിരുന്നു അനുഭവപ്പെട്ടെങ്കിൽ വീണ്ടും ഇവയുടെ വില വർദ്ധിച്ചതും നമ്മുടെ മാർക്കറ്റിനെയും സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്തു. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് അതിശക്തമായ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചറും 37 പോയിന്റുകളുടെ നഷ്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റും ജർമ്മൻ മാർക്കറ്റും 0.5% നേട്ടത്തോടുകൂടി വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്രാൻസ് മാർക്കറ്റ് 0.5% നഷ്ടത്തിലുമാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. അതേസമയം ഇന്ന് ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ഇന്നലത്തേതുപോലെ തന്നെ ഇന്നും തായ്വാൻ മാർക്കറ്റിന് അവധിയായിരുന്നു. ബാക്കിയുള്ള എല്ലാ ഏഷ്യൻ മാർക്കറ്റ്സിനും ഇന്ന് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെ വില $67.73 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $62.98 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഗോൾഡിന്റെ വിലയിലും 1%-നടുത്ത് ഉയർച്ചയാണ് നിലവിൽ അനുഭവപ്പെടുന്നത്. ഏകദേശം $50. തൽഫലമായി $4972.10 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. IEX മാർക്കറ്റ് കപ്ലിംഗ് കേസിൽ കമ്പനിയുടെ ഹർജി വൈദ്യുതിക്കായിട്ടുള്ള അപ്പലേറ്റ് ട്രൈബ്യൂണൽ തള്ളുകയുണ്ടായി. ഇതിനെ തുടർന്ന് ഇന്ന് സ്റ്റോക്കിൽ 4% ഇടിവ് ഇൻട്രാഡേ ബേസിസിലും അനുഭവപ്പെട്ടു. പിന്നീട് റിക്കവർ നടത്തുവാൻ സാധിച്ചെങ്കിൽ കൂടിയിട്ടും പ്രൊവൻകര പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q3 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 93.73 കോടി രൂപ ലോസ് റിപ്പോർട്ട് ചെയ്ത കമ്പനി ഇത്തവണ 58 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്യുകയുമുണ്ടായി. അതേസമയം റവന്യൂവിലും 231% വർധനവും രേഖപ്പെടുത്തി. ഇൻഫോ എഡ്ജ് ഇന്ത്യ കമ്പനിയുടെ റവന്യൂവില് 800 കോടി രൂപയിൽ നിന്നും 820 കോടി രൂപയായി ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. കൂടാതെ $2.40 പെർ ഷെയർ എന്ന നിലയിൽ ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. ബാറ്റ ഇന്ത്യ റവന്യൂവില് 2.9% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലും 13.7% വർധനവും രേഖപ്പെടുത്തി. കൂടാതെ റീറ്റെയിൽ ശൃംഖല 1975 സ്റ്റോറുകളായി വികസിപ്പിക്കുകയും ചെയ്തു. ഇതിനു പുറമെ ഫ്രാഞ്ചൈസി ശൃംഖല 2 വർഷത്തിനുള്ളിൽ 1000 സ്റ്റോറുകളുടെ വിപുലീകരണം ലക്ഷ്യമിടുന്നതായിട്ടും കമ്പനി പ്രഖ്യാപിക്കുകയുണ്ടായി. ഇന്റലക്ട് എറീന വിധിന്യായ കേന്ദ്രീകൃത AI പ്ലാറ്റ്ഫോമായ പർപ്പിൾ ഫാബ്രിക് എന്റർപ്രൈസസ് AI ഓപ്പൺ ടാപ്പ് എന്ന പേരിൽ ആരംഭിക്കുകയുണ്ടായി. 50 ഉപഭോക്താക്കൾക്ക് വരെ 99,500 രൂപ പെർ മന്ത് എന്ന നിലയിലാണ് സബ്സ്ക്രിപ്ഷന്റെ വിലയും നിശ്ചയിച്ചിട്ടുള്ളത്. ടോറന്റ് പവർ വരുന്ന മാസം അതായത് മാർച്ച് 12 മുതൽ നിലവിൽ കമ്പനി നൽകിക്കൊണ്ടിരിക്കുന്ന 14 രൂപ പെർ ഷെയർ എന്ന നിലയിലുള്ള ഡിവിഡൻഡ് 15 രൂപ പെർ ഷെയർ എന്ന നിലയിലേക്ക് ഉയർത്തുമെന്നുള്ള പ്രഖ്യാപനം വരികയുണ്ടായി. സദാന നിട്രോച്ചം റൈറ്റ് ഇഷ്യൂവിനായിട്ടുള്ള തത്വത്തിലുള്ള അംഗീകാരം NSEയുടെയും BSEയുടെയും ഭാഗത്ത് നിന്നും കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. ബ്രിസ്ക് ടെക്നോവിഷൻ $1.40 പെർ ഷെയർ എന്ന നിലയിൽ ഇൻട്രീം ഡിവിഡൻഡ് കമ്പനി പ്രഖ്യാപിക്കുകയുണ്ടായി. 19 ഫെബ്രുവരി 2026 ആണ് ഡിവിഡൻഡിന്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ടും പരിഗണിക്കുന്നത്. ദിലീപ് ബിൽഡ്കോൺ 124 കോടി രൂപ മൂല്യം വരുന്ന പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. ഫോണിക്സ് മിൽസ് താനെയിലെ പദ്ധതിക്കായി 1500 കോടി രൂപ സമാഹരിക്കുന്നതിനായിട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നുള്ള റിപ്പോർട്ട്സുകൾ വരുന്നുണ്ട്. ഏവർക്കും നല്ല ഒരു വീക്കെൻഡ് ആശംസിക്കുന്നു. ഞായറാഴ്ച വൈകുന്നേരം മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.